ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നപ്പോൾ നമ്മൾ പോണത് ഇലക്ട്രോണിക് സിറ്റി M5 സിറ്റി മാളിലാണ്. അപ്പോൾ നമ്മൾ മാളിലെത്തിയിരിക്കണു. ഇവിടെ നമുക്ക് മാക്സ്, ലൈഫ് സ്റ്റൈല്, വെസ്റ്റ് സൈഡ് അങ്ങനത്തെ കുറേ ഡ്രസ്സിങ് ബ്രാൻഡഡ് ഷോപ്പുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാള് ഒന്ന് ചുറ്റിക്കറങ്ങാണ്. അപ്പോൾ മാളിൽ നമ്മൾ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ഹാങ് ഔട്ട്, അതേപോലെ അങ്ങനെയാണ് നമ്മൾ മാളിൽ ഉദ്ദേശിക്കുന്നത്. ലൈഫ് സ്റ്റൈലൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ റേറ്റൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ പർച്ചേസൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ നോക്കുന്നു ഡ്രസ്സ് എങ്ങനത്തെയൊക്കെയാണ് അതൊക്കെ നോക്കി നമ്മൾ അപ്പുറത്തെ ഇനി ഓരോ അടുത്ത ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പാലക്കാട് മാളെന്ന് പറയുമ്പോൾ നമുക്ക് ആകെ അറിയണത് ജോബീസ് മാളാണ്. പിന്നെ കോയമ്പത്തൂരാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ബ്രൂക്സ് ഫീൽഡിലൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് എക്സിലേറ്ററിലൊക്കെ കയറാൻ വേണ്ടി ഭയങ്കര പേടിയായിരുന്നു. ജോബീസ് മാളിലൊക്കെ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ നിന്നാണ് എക്സിലേറ്ററിലൊക്കെ കയറുന്നത്. ഇപ്പോൾ അത് ഒരു ശീലമായി, ഇപ്പോൾ പേടിയൊന്നുമില്ല. അപ്പോൾ മാളിൽ ഇപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഓർമ്മയൊക്കെയാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അന്ന് ഇങ്ങനൊരു അതൊരു ലൈഫ് വേറൊരു വൈബാണ്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സൈഡിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ ഭാഗത്താണ്. പിന്നെ ഇവിടെ തിയേറ്റർ PVRൻ്റെ ഇത് കമ്മിങ് സൂണാണ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മളിതിന് മുമ്പൊക്കെ കോരമംഗലം നെക്സസ് മാളുണ്ട്, അവിടെ പോയിട്ടാണ് നമ്മൾ ഫിലിംസൊക്കെ കാണാറുള്ളത്. ഇനിയിപ്പോൾ ഉടനെ PVR ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്ത് തന്നെ ഇലക്ട്രോണിക് സിറ്റി, നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഈ മാളിലേക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഫൺ സിറ്റി, പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സും പിന്നെ റൈഡ്സും ചെറിയ ചെറിയ റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടോയ് ട്രെയിൻ പോലെയൊക്കെ അപ്പോഴേ കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ എത്തി. ഇവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിഷസൊക്കെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇപ്പോൾ KFC ആയിക്കോട്ടെ, ചിക്കിങ്, അങ്ങനത്തെയൊക്കെ പിസ്സ ഹട്ട്, അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും എല്ലാ മാളുകളിലും ഉള്ള പോലെ തന്നെ ഇതിലും ഉണ്ട്. നമ്മളിപ്പോൾ എന്നിട്ട് അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് താഴേക്ക് വന്നു. അടുത്ത ഫ്ലോറിലേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാ സൈഡും നോക്കുകയാണ്, എല്ലാ ഷോപ്പുകളൊക്കെ. ഇത് ഇലക്ട്രോണിക് സിറ്റി ഈ മാളിൻ്റെ ഓപ്പോസിറ്റാണ് ടോൾ പ്ലാസ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും നാട്ടിലേക്ക് ബസ്സൊക്കെ കയറുന്ന സ്ഥലം. ആദ്യം ഇങ്ങനെ മാൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റോഡിൽ തന്നെയാണ് നിൽക്കാറുള്ളത്. ഇപ്പോഴാണെങ്കിൽ മാൾ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ടൈമാണെങ്കിലും ഇപ്പോൾ 11 o'clock ബസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അതുവരെ മാളിൽ നമുക്ക് കുറച്ച് എൻഗേജ്ഡ് ആകാം. നമ്മൾ താഴെയാണ് ലുലു ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഫ്ലോറിൽ നമ്മൾ ഓരോ ഷോപ്പുകളിലൊക്കെ നോക്കുകയാണ്. ഡ്രസ്സ് ആയിക്കോട്ടെ, ഷൂസ് ആയിക്കോട്ടെ, ബാഗുകൾ എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പുകളിലും ഇങ്ങനെ നോക്കുകയാണ്. ഡിസ്പ്ലേക്ക് വെച്ച പോലെ ഡ്രസ്സുകളെല്ലാം എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ മൊബൈലിൻ്റെ, പിന്നെ പെർഫ്യൂംസ്, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളും പിന്നെ ബ്രാൻഡഡ് ഐറ്റംസും എല്ലാം ഉണ്ട് ഈ മാളിൽ. ഈവനിങ് ഒക്കെ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ല റഷ് ഉണ്ടാവും മാളിൽ. ഇന്നിപ്പോൾ മൺഡേ മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് അധികം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ മാൾ വന്നിട്ടാകെ 1 year ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിങ്ങിൻ്റെ ഓരോ ഡ്രസ് ഷോപ്പിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണ്. മാക്സിലാണെങ്കിലും ഇത് നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് മാക്സിൽ. പിന്നെ ബാറ്റയുടെ ഷൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രാൻഡഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. മെട്രോൻ്റെ ഷൂസ്, ബാഗ്, ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ബ്രാൻഡഡ് ആണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം.
അതേ തന്നെ ഇപ്പോൾ പല റേറ്റിനും നമുക്ക് പുറത്തുനിന്നും വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ബ്രാൻഡഡ് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഷൂസും ബാഗുകളും ഡ്രസ്സുകളും എല്ലാം നമ്മൾ കണ്ടു. നമ്മളിങ്ങനെ ഇനി ഓരോ ഷോപ്പുകളിൽ, പിന്നെ ഒപ്റ്റിക്കൽസ് ആയിക്കോട്ടെ, എല്ലാ ഇതിലുണ്ടാവും മാളുകളിൽ. ജ്വല്ലേഴ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ. ഇതാണ് മാക്സ്. മാക്സിലാണെങ്കിലും കുർത്തി സെറ്റ്, പിന്നെ നമ്മുടെ സൽവാർ, എല്ലാ തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. പിന്നെ റൈമൻഡിൻ്റെ കോട്ട്, സ്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുള്ളും എക്സലേറ്റർ വഴി തന്നെയാണ് പോവുകയാണ്. നമുക്കിപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ മാളിലേക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ ഈ വഴി പോകുമ്പോഴാണ് സ്റ്റാർബക്സ് കണ്ടത്. സ്റ്റാർബക്സിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ, സ്റ്റാർബക്സിലൊന്ന് കയറണം എന്താണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളും അതേപോലെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇതിൽ കയറിയതാണ്. അപ്പോൾ 150 റുപ്പീസാണ് നമുക്ക് വിത്തൗട്ട് മിൽക്ക് സ്റ്റാർബക്സ് അവൈലബിൾ. 150 to 1500, 2000 അങ്ങനെ ഒരു റേഞ്ചിൽ. അപ്പോൾ നമ്മളിന്ന് ഓർഡർ ചെയ്തത് കാപ്പിച്ചീനോ ആണ്. അതിൽ മിൽക്കും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ്. അത് 250 ആകും. അതിൻ്റെ മേലേക്ക് ഉള്ള റേറ്റും ഉണ്ട്. കോൾഡ് കോഫി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും സ്റ്റാർബക്സിലൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്ന് നോക്കാവുന്നതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാപ്പിച്ചീനോ ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കാപ്പിച്ചീനോ വരുന്ന വരെ. ചില സ്റ്റാർബക്സൊക്കെ 2000 റേഞ്ചിലൊക്കെ ഉണ്ട്. ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഒരു 2-3 ഹവേഴ്സ് വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് പതുക്കെ കുടിച്ച് എന്നിട്ടേ അവർ ആസ്വദിച്ച് എന്നിട്ടേ പോവാറുള്ളൂ. നമ്മൾ പിന്നെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് സ്റ്റാർബക്സിലൊന്ന് കയറിയതാണ്. സാധാരണ നമ്മുടെ നോർമൽ കോഫി 25 റുപ്പീസ് ആയിരിക്കും. ഇവിടെ അത് കുറച്ചൊത്തിരി ആ സ്റ്റാർബക്സിൻ്റെ കപ്പിലും അങ്ങനെയൊക്കെ തരുന്നത് കൊണ്ട് 250. ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഐറ്റം എങ്ങനെയാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എത്ര പേര് സ്റ്റാർബക്സിലൊക്കെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് കമൻസിൽ ഇടണേ. അപ്പോൾ നമുക്ക് സ്റ്റാർബക്സിലെ കോഫി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ സ്റ്റാർബക്സിൽ ഇവിടെ വേറെ സ്നാക്സ് ഐറ്റംസും ഉണ്ട്. റോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാർബക്സ് വന്നു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഷുഗർ നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മൾ സ്റ്റാർബക്സിൽ കാപ്പിച്ചീനോ. അപ്പോൾ നമുക്കത് എങ്ങനെ ടേസ്റ്റ് ചെയ്യും. ഷുഗർ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഷുഗർ ഇട്ടു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്യാം. കാപ്പിച്ചീനോ ഇതാണ് സ്റ്റാർബക്സിൽ. നമുക്ക് ആ മഗ്ഗിൽ സ്റ്റാർബക്സ് എന്ന് എഴുതിയിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ. കുടിച്ച് നോക്കി. ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നണില്ല. സാധാരണ 25 റുപ്പീസിൻ്റെ കോഫി അത്രയേ നമുക്ക് ഫീൽ ആവുന്നുള്ളൂ. എന്നാലും സ്റ്റാർബക്സ് അങ്ങനെ നമ്മൾ അതും ട്രൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആരൊക്കെ സ്റ്റാർബക്സ് ട്രൈ ചെയ്തതെന്ന് കമൻസിൽ ഇടണേ.